ഭ്രാന്തെന്ന് നിനച്ചോട്ടെ, അവർ ഭ്രാന്തനെന്ന് വിളിച്ചോട്ടെ. എന്നാലും എന്റെ ഹബീബേ അങ്ങാണെന്റെ മുഹബ്ബത്ത്. കല്ലിനലറിഞ്ഞോട്ടെ, അവർ കള്ളനെന്ന് വിളിച്ചോട്ടെ. എന്നാലും എന്റെ ഹബീബേ അങ്ങാണെന്റെ മുഹബ്ബത്ത്. ഉമ്മത്തിനുമേൽ ആധ്യാത്മികതയുടെ കാവൽ ചിറക് വിരിച്ചു നിലകൊള്ളുന്ന മഹത്തായ മഹല്ല് സംവിധാനത്തിന്റെ അജയ്യമായ നിലനിൽപ്പുകൾക്ക് വേണ്ടി മഹല്ല് ശാക്തീകരണ രംഗത്ത് പ്രശംസനീയമായ മുന്നേറ്റം തീർക്കുന്ന സുന്നി മഹല്ല് ഫെഡറേഷന്റെ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട് മാതൃകായോഗ്യമായ ധാർമ്മിക സേവനങ്ങൾ കാഴ്ചവെക്കുന്ന ഹിദായത്തുൽ മുസ്ലിമീൻ സംഘം നടത്തിവരുന്ന പന്തല്ലൂർ മില്ലുംപടി റഹ്മാനിയ ജുമാ മസ്ജിദ് ഈ നാടിന്റെ വിളക്കുമാടമാണ്. ആശ്വാസത്തിന്റെയും സഹജീവി സ്നേഹത്തിന്റെയും മഹത്വമേറിയ അധ്യായങ്ങളാണ് ഈ ആരാധനാലയത്തിൽ നിന്നുയരുന്നത്. ജീവിതത്തിനുമേൽ പെയ്തിറങ്ങിയ പരീക്ഷണ വെയിലിൽ വിയർത്തു കുളിച്ചു പകച്ചു കഴിയുന്ന പരീക്ഷിതരായ പാവപ്പെട്ട സഹജീവികളെ ചേർത്തുപിടിച്ച് പ്രശംസനീയമായ ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മുന്നേറുന്ന പന്തല്ലൂർ മില്ലുംപടി മഹല്ല് ആശ്വാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 6ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിക്കുന്ന ദ്വിദിന മതപ്രഭാഷണം ഡിസംബർ 11, 12 തീയതികളിൽ നാളെയും മറ്റന്നാളുമായി പന്തല്ലൂർ മില്ലുംപടിയിൽ വെച്ച് നടത്തപ്പെടുമ്പോൾ ദ്വിദിന മതപ്രഭാഷണത്തിന്റെ 1ാം ദിവസമായ നാളെ മഗ്രിബ് നിസ്കാരാനന്തരം ബഹുമാന്യനായ മഹല്ല് ഖത്തീബ് ഉസ്താദ് KP മുഹമ്മദ് റഷീദ് അൻവരി ഉദ്ഘാടനം ചെയ്യുന്ന മതപ്രഭാഷണ വേദിയിൽ അറിവിന്റെ മൂല്യമേറിയ വാക്പവിടങ്ങൾ ആസ്വാദ്യകരമായ അവതരണ ശൈലിയിലൂടെ സംവേദനം ചെയ്ത് വിശ്വാസി മാനസങ്ങളിൽ മാറ്റത്തിന്റെ ബാങ്കുലിമിഴക്കുന്ന അനുഗ്രഹീത പ്രഭാഷകൻ പന്തല്ലൂർ മുദരിസ് ബഹുമാന്യനായ ഉസ്താദ് യാസിർ ഫൈസി പ്രൗഢഗംഭീരമായ മതപ്രഭാഷണം നിർവഹിക്കും. ദ്വിദിന മതപ്രഭാഷണത്തിന്റെ 2ാം ദിവസമായ 12ാം തീയതി വ്യാഴാഴ്ച മറ്റന്നാൾ രാത്രി 7 മണിക്ക് സമാദരണീയനായ പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന മതവിജ്ഞാന സദസ്സിൽ മുസ്ലിം കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ സ്വത്വബോധത്തിന്റെ മൂർച്ചയേറിയ വാക്ഷരങ്ങൾ ഉപയോഗിച്ച് പ്രഭാഷണത്തിലൂടെ ഉമ്മത്തിന് ഹിമാലയത്തിന്റെ കവചമൊരുക്കുന്ന അനുഗ്രഹീത പ്രഭാഷകൻ ബഹുമാന്യനായ അബ്ദുസ്സമദ് പൂക്കൊട്ടൂർ ഗഹനഗംഭീരമായ പ്രഭാഷണം നിർവഹിക്കും. എല്ലാ സഹോദരി സഹോദരന്മാരെയും ഹൃദ്യമായി ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. നാളെയും മറ്റന്നാളും രാത്രി 7 മണിക്ക് പന്തല്ലൂർ മില്ലുംപടിയിലേക്ക്. ആലിമിൻ കണ്ണിലുള്ളത് ഫിഖിൻ ഹുക്കുമതാണേ, ആശിഖിൻ ഖൽബിലുള്ളത് ഹുബ്ബിൻ തേനതാണേ. ആലിമിൻ കണ്ണിലുള്ളത് ഫിഖിൻ ഹുക്കുമതാണേ, ആശിഖിൻ ഖൽബിലുള്ളത് ഹുബ്ബിൻ തേനതാണേ. ആപൽക്കയത്തിൽ നിറഞ്ഞു കവിഞ്ഞ വേദനകൾ സ്വസ്ഥതയുടെ ചിറതകർത്ത് കലങ്ങിയൊഴുകുന്ന സാമൂഹ്യ ചുറ്റുപാടുകളിൽ സഹജീവി സ്നേഹവും കാരുണ്യബോധവും കൊണ്ട് സമാനതകളില്ലാത്ത സേവന മാതൃക കാണിച്ച് 6 സംവത്സരങ്ങൾ കൊണ്ട് നാടിന്റെ ഹൃദയമിടിപ്പായി മാറിയ പന്തല്ലൂർ മില്ലുംപടി മഹല്ല് ആശ്വാസ് ചാരിറ്റബിൾ സൊസൈറ്റി 6ാം വാർഷികത്തോടനുബന്ധിച്ചു സംഘടിപ്പിക്കുന്ന ദ്വിദിന മതപ്രഭാഷണത്തിന് നാളെയും മറ്റന്നാളുമായി രാത്രി 7 മണിക്ക് പന്തല്ലൂർ മില്ലുംപടിയിൽ വേദിയൊരുങ്ങുമ്പോൾ 1ാം ദിവസമായ നാളെ രാത്രി 7 മണിക്ക് നാടിന്റെ ആത്മീയ വഴിയിൽ മാർഗനിർദ്ദേശങ്ങൾ കൊണ്ടും സക്രിയമായ ഇടപെടലുകൾ കൊണ്ടും മാതൃകായോഗ്യമായ പ്രവർത്തനങ്ങൾ കൊണ്ടും സേവന നിരതനായ യുവ പണ്ഡിതൻ മഹല്ല് ഖത്തീബ് ബഹുമാന്യനായ ഉസ്താദ് KP മുഹമ്മദ് റഷീദ് അൻവരി ഉദ്ഘാടനം ചെയ്യുന്ന വേദിയിൽ കിതാബുകളുടെ ഇബാറത്തുകളിലൂടെ വിരലോടിച്ച് മനസ്സകങ്ങളിലേക്ക് പ്രപഞ്ച സ്പന്ദനത്തിന്റെ തുടിപ്പുകൾ ആവാഹിക്കുന്ന വിശ്രുതരായ മുത്തഅല്ലിമീങ്ങൾക്ക് അതുല്യമായ അറിവിന്റെ അതിമഹത്തായ അനുഭവങ്ങൾ പകരുന്ന പണ്ഡിത ശ്രേഷ്ഠൻ പന്തല്ലൂർ മുദരിസ് ഉസ്താദ് യാസിർ ഫൈസി പഠനാർഹമായ പ്രഭാഷണം നിർവഹിക്കും. അകതാറിലെ അറിവിന്റെ ആഴക്കലവറകളിൽ നിന്ന് അമൂല്യമായവ ചികഞ്ഞെടുത്ത് ആകർഷണീയതയോടെ അവതരിപ്പിച്ച് അനുവാചക മനസ്സുകളിൽ സത്യത്തിന്റെയും മാറ്റത്തിന്റെയും ചിന്താമുട്ടുകൾ വിരിയിക്കുന്ന പ്രഗത്ഭ പണ്ഡിതനും അനുഗ്രഹീത പ്രഭാഷകനുമായ ഉസ്താദ് യാസിർ ഫൈസി നിർവഹിക്കുന്ന ശ്രവണസുന്ദരമായ പ്രഭാഷണത്തിന് കാതോർക്കാൻ ഈ പ്രദേശത്തെ എല്ലാ സഹോദരി സഹോദരന്മാരെയും ഞങ്ങൾ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. നാളെ രാത്രി 7 മണിക്ക് പന്തല്ലൂർ മില്ലുംപടിയിലേക്ക്. ഇഷ്കിന്റെ മധുലഹരിയിൽ ഇൽമതൊന്നു ചേർന്നാൽ, ഇഷ്കിന്റെ മധുലഹരിയിൽ ഇൽമതൊന്നു ചേർന്നാൽ,
ഇഷ്കും ഇൽമും പരമാനന്ദ കുളിര് ഇഷ്കും ഇൽമും പരമാനന്ദ കുളിര്. ഉരുകുന്ന പ്രതീക്ഷകളും പെരുകുന്ന പ്രതിസന്ധികളും ജീവിതാകാശത്ത് കരിങ്കാറു കെട്ടി ഇടവപ്പാതിരാവു പോലെ പതഞ്ഞു പെയ്യുമ്പോൾ ആതുര സന്നദ്ധ സേവനം, ജീവകാരുണ്യ പ്രവർത്തനം, സഹജീവി സ്നേഹം തുടങ്ങിയ അതുല്യ മന്ത്രങ്ങൾ ശ്വാസം പോലെ കാത്തു സൂക്ഷിക്കുന്ന പന്തല്ലൂർ മില്ലുംപടിയുടെ അഭിമാന കൂട്ടായ്മ പന്തല്ലൂർ മില്ലുംപടി മഹല്ല് ആശ്വാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 6ാം വാർഷികത്തോടനുബന്ധിച്ചു സംഘടിപ്പിക്കുന്ന ദ്വിദിന മതപ്രഭാഷണം നാളെയും മറ്റന്നാളുമായി പന്തല്ലൂർ മില്ലുംപടിയിൽ നടത്തപ്പെടുമ്പോൾ ദ്വിദിന മതപ്രഭാഷണത്തിന്റെ ആദ്യ ദിവസമായ നാളെ രാത്രി 7 മണിക്ക് മഹല്ല് ഖത്തീബ് ഉസ്താദ് KP മുഹമ്മദ് റഷീദ് അൻവരി ഉദ്ഘാടനം നിർവഹിക്കുന്ന വേദിയിൽ മേഘക്കീറുകൾക്കപ്പുറത്തെ ആകാശമാന്ത്രികതയെയും 7 ബഹറുകൾക്കപ്പുറത്ത് കാഫുമലയിലെ മനോഹാരിതകളെയും ഗോപ്യമായ ഇഷാറത്തുകളിലൂടെ മാനവകുലത്തിനു മുന്നിൽ ഒളിപ്പിച്ചു വെച്ച വിശുദ്ധ ഖുർആനിന്റെ വിസ്മയങ്ങൾ അഖിലവും സരള സുന്ദരമായ ശൈലിയിൽ ജനസമൂഹത്തിന് പകർന്നു നൽകുന്ന അനുഗ്രഹീത പ്രഭാഷകനും പണ്ഡിതനുമായ പന്തല്ലൂർ മുദരിസ് ഉസ്താദ് യാസിർ ഫൈസി മതപ്രഭാഷണം നിർവഹിക്കും. ദ്വിദിന മതപ്രഭാഷണത്തിന്റെ 2ാം ദിവസമായ ഡിസംബർ 12-ാം തീയതി മറ്റന്നാൾ രാത്രി 7 മണിക്ക് പ്രതിസന്ധികളുടെ സൂര്യാഗ്നിയിൽ വിയർത്തൊലിക്കുന്ന മുസ്ലിം കൈരളിക്ക് സമാശ്വാസത്തിന്റെ ചിറക് വിരിച്ചു തണലേകിയ പാണക്കാട് കൊടപ്പനക്കൽ തറവാട്ടിലെ അനുഗ്രഹ സാന്നിധ്യം സയ്യിദുൽ ഉമ്മ സമാദരണീയനായ പാണക്കാട് സയ്യിദ് സ്വാദിഖലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം നിർവഹിക്കുന്ന വിജ്ഞാനവേദിയിൽ അമ്പരപ്പിക്കുന്ന പ്രഭാഷണ കലിയിലൂടെ ഉൾപ്രവേശിപ്പിക്കുന്ന വാക്കുകളുടെ വിസ്മയ കൈമാറ്റങ്ങളിലൂടെ അനുഗ്രഹീത വാഗ്വിലാസത്തിലൂടെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നേരിന്റെ ശബ്ദം സധീരം മുഴക്കി മുസ്ലിം കൈരളിയെ വ്യതിയാനങ്ങളുടെ തമസ്സിൽപ്പെടാതെ സംരക്ഷിച്ചു നിർത്തിയ പ്രസംഗ സൗകുമാര്യം ബഹുമാന്യനായ അബ്ദുസ്സമദ് പൂക്കോട്ടൂർ മതപ്രഭാഷണം നിർവഹിക്കും. ആബാലവൃദ്ധം ജനങ്ങളെയും ആത്മാർത്ഥമായി ക്ഷണിക്കുന്നു, ഹൃദയം തൊട്ട് സ്വാഗതം ചെയ്യുന്നു. നാളെയും മറ്റന്നാളും രാത്രി 7 മണിക്ക് പന്തല്ലൂർ മില്ലുംപടിയിലേക്ക്.